എല്ലാവർക്കും ഇപ്പൊ ഹെയറിന്റെ പ്രോബ്ലം ആണ് ഗൈസ്. സോറിയില്ലേ, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. മെയിൻ ആയിട്ട് ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഹെയർ സ്പ്ലിറ്റ്, ഇങ്ങനൊക്കെ കൊഴിഞ്ഞ് പോയി ഒന്നോ രണ്ടോ ഇവിടെ കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, എന്തായാലും ചേട്ടൻ തപ്പി എടുക്കട്ടെ കേട്ടോ, നമുക്ക് നോക്കാപ്പോ. അതെ, ഇവിടെ ഒന്നും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. എവിടെ? ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി ഹെയർ ഓയിൽ. അതായത് എല്ലാവർക്കും മുടിയുടെ പ്രശ്നമാണ്. മുടിയുടെ പ്രശ്നം മാറണമെങ്കിൽ ഒന്നെങ്കിൽ ഹിക്കി പിക്കി ആദിവാസി ഹെയർ ഓയിൽ, നമ്മുടെ ജിയോ മച്ചാൻ പറഞ്ഞ പോലെ എംപോടെക്കിലെ, അല്ലെങ്കിൽ ഇവര് പറയുന്നത് തൊട്ട് നിലംബറി ഹെയർ ഓയിൽ. ഇതിലേതെങ്കിലും ഹെയർ ഓയിൽ നിങ്ങൾ മേടിച്ച് തേക്കുക. ഇത് പിന്നെ ഇവര് പറയുന്നത് യാദൃശ്യമായിട്ട് അതുവഴി പോയപ്പോൾ ഞങ്ങളൊന്ന് കയറിയതാണ്, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ഒന്നും ആ വഴിക്ക് പോയതല്ല എന്നൊക്കെയാണ് നമുക്ക് അങ്ങ് വിശ്വസിക്കാം. ഇവിടെ ജിയോ മച്ചാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പ്രൊമോഷൻ എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആയിരുന്നു ജിയോ മച്ചാൻ്റെത്. എന്നാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇന്നേ വരെ ഏതെങ്കിലും എണ്ണകൾ തേച്ചുകൊണ്ട് മുടി, അതായത് പോയ മുടി തിരിച്ചു വരുമെന്ന് ഒരു സയന്റിഫിക് പഠനങ്ങളും എങ്ങും തന്നെ ഇല്ല. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സഡൻ ട്രിപ്പ് എന്നല്ലേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഹെയറിന്റെ പ്രോബ്ലം ആണ് ഗൈസ്. സോറിയില്ലേ, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. മെയിൻ ആയിട്ട് ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഹെയർ സ്പ്ലിറ്റ്, ഇങ്ങനൊക്കെ കൊഴിഞ്ഞ് പോയി ഫുള്ള് തിന്നായി ഗ്രേ ഹെയർസ് ആണ്. ഇതെല്ലാം നമുക്ക് ഇത്ര പ്രോബ്ലംസ് പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നത്. ആക്ച്വലി സൊല്യൂഷൻ നമുക്ക് വേണം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വ്യൂവേഴ്സിന് അറിഞ്ഞാൽ കൊള്ളാം. ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. നമ്മളൊക്കെ ചോദിക്കാം. അതായത് ഇങ്ങനത്തെ പ്രൊമോഷൻ ചെയ്ത് നമ്മൾ വ്യൂവേഴ്സിനെയും കൂടെ ഇതിലേക്ക് വ്യൂവേഴ്സിലേക്ക് നമ്മൾ ഇത് എത്തിക്കണം. അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. എന്തായാലും ഇവരാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബഷീർ ഭാഷയും കുടുംബവുമാണ്. അപ്പൊ കർണാടക, ബാംഗ്ലൂർ ആ ഒരു സൈഡിലുള്ള ഈ ഹെയർ ഓയിൽ ടീമുകളൊക്കെ ഇപ്പൊ മലയാളത്തിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ എല്ലാം ജാക്കറ്റ് പിടിക്കുകയാണെന്ന് തോന്നുന്നു, അതും പ്രൊമോഷന് വേണ്ടിയിട്ട്. പിന്നെ എനിക്കറിയാനുള്ള ഒരു കാര്യം, ഈ എണ്ണ പ്രൊമോട്ട് ചെയ്ത ജിയോ മച്ചാനും അതുപോലെ തന്നെ ബഷീർ ഭാഷയുടെ ഈ കുടുംബവും ഒക്കെ ഈ എണ്ണയൊക്കെ തല തേക്കുമോ എന്നുള്ളതാണ്. ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത്രയെങ്കിലും ഒരു പ്രതിബദ്ധത കാണുന്ന വ്യൂവേഴ്സിനോട് നിങ്ങളൊക്കെ കാണിക്കണ്ടേ? അതൊക്കെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹെയറിനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാര് ഇമാതിരി എന്താണ് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പോലും അറിയാതെ വാരി തേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നല്ലപോലെ പൈസ കിട്ടുമ്പോൾ പ്രൊമോഷൻ, നാട്ടുകാരെ പറ്റിക്കാമല്ലോ. ഈ ആദിവാസി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറെ ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ട് പല പല സ്ഥലത്തും. പക്ഷെ നീലാംബരിയാണ് നമുക്ക് കേട്ടോളം അടിപൊളി ഹെയർ ഓയിൽസ് എന്നാ പറയുന്നത്. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ കേട്ടെടുത്തോളം നമ്മളെ ഹിക്കി പിക്കി ആദിവാസി ഹെയർ ഓയിൽ ആണ് ദ ബെസ്റ്റ് എന്നാണ് ജിയോ മച്ചാൻ പറഞ്ഞത്. ജിയോ മച്ചാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് തന്നെയാണ് ബെസ്റ്റ്. കാരണം അതിനകത്ത് ആദിവാസികൾ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു കൈലിമുണ്ട് കൊടുത്ത് അതിനെ മണ്ടക്കി ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാവില കെട്ടുന്ന പോലെ കെട്ടി അതിനെ മണ്ടക്കി കൂടി ഇട്ടോണ്ട് വന്നിട്ട് ഒരു ഡാൻസും, പിന്നെ ആദിവാസികളാണെന്ന് തോന്നിക്കാൻ വേണ്ടി മുഖത്ത് പറഞ്ഞ് ഇതിനെ പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ട് ജിയോ മച്ചാന്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രകടനമുണ്ട്. അപ്പൊ ഇത്രയും പൈസ മുടക്കി പ്രൊമോഷൻ, ഇത്ര നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി, ആദിവാസികളാണെന്നൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഇത്രയും മുഖത്തൊക്കെ പെയിന്റ് അടിച്ചു വന്ന് ആദിവാസി നൃത്തമാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഈ ഹിക്കി പിക്കി ആദിവാസി ഹെയർ ഓയിലാണ് ശരിക്കും ഹെയർ ഓയിൽ. നീലാംബരി ഹെയർ ഓയിൽ അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ സമ്മതിച്ചു തരത്തില്ല. ശരിയല്ലേ ജിയോ മച്ചാന്റെ ഫാൻസ് പറയൂ, ശരിയല്ലേ ജിയോ മച്ചാൻ പ്രൊമോഷൻ ചെയ്ത ആ ഒരു ഹെയർ ഓയിൽ ആയിരിക്കത്തില്ലേ നല്ലത്? എന്തായാലും കൊള്ളാം. എന്തായാലും ഹിക്കി പിക്കിക്കാര് ഇവർക്ക് പൈസ കൊടുത്ത് ഇവരെ പ്രൊമോഷൻ വിളിച്ചായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. നീലാംബരിക്കാർ ഇവര് പൈസ കൊടുത്ത് പ്രൊമോഷൻ വിളിച്ചു, അതുകൊണ്ട് ഹിക്കി പിക്കി അല്ല, ഇതാണ് നല്ലത്. അത്രേ ഉള്ളൂ. അതായത് എല്ലാ ഹെയർ ഓയിലും കുറച്ചുകൂടെ നല്ലത് നീലാംബരി ആണെന്നാണ് ഇവർ പറയുന്നത്. ബാക്കി കേൾക്കാം. എന്റെ പൊന്നു ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ എത്ര അധികം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്റെ അകത്ത്? ഇൻഗ്രീഡിയൻസ് എത്ര അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്? 108 ഐറ്റംസ് ആണ് ഇതിന്റെ അകത്ത് അടങ്ങിയത്. കാരണം ഞാനിവിടെ നോക്കണേ, അതെ അതെ, എന്താ വെച്ചാൽ ഞാനിവിടെ നോക്കുന്നില്ലേ കണ്ടമാനം നമ്മുടെ ആയുർവേദിക് സാധനങ്ങളൊക്കെ, നല്ല നല്ല മരുന്നുകൾ, പച്ച മരുന്നുകളൊക്കെ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ഇത് എങ്ങനെ യൂസ് ചെയ്യണം? ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി പുള്ളിക്കാരൻ കന്നഡയാണ്, എന്നാലും കുറച്ച് മലയാളം അറിയാം. പക്ഷെ കർണാടകക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടിട്ട് ബാക്കിയൊക്കെ പശു പറഞ്ഞോളൂ അല്ലേ? ഒന്ന് പറഞ്ഞോ, നീ കന്നഡ ನೀವು ನಿಮ್ಮ ಭಾಷೆ ಹೇಳಿ ಪರವಾಗಿಲ್ಲ. ಇದು ಉದ್ರ ಕೂದಲು ಸ್ಟಾಪ್ ಆಗುತ್ತೆ, ಡ್ಯಾಂಡ್ರಫ್ ಎಲ್ಲ ಕಡಿಮೆ ಆಗುತ್ತೆ, ತೆಳು ಕೂದಲು ಗಟ್ಟಿಯಾಗಿ ಮಂದವಾಗಿ ಬರುತ್ತೆ, ಹೇರ್ ಗ್ರೋತ್ ಆಗುತ್ತೆ, ಹೇರ್ ಲಾಂಗ್ ಆಗುತ್ತೆ. ഇതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ, ആ പുള്ളി പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അതൊക്കെ ചേർന്നിട്ടുണ്ട്. അതൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ ഈ എണ്ണ അടിപൊളിയാണ് ഗൈസ്. മനസ്സിലായോ ഞാൻ പറയാം? ഞങ്ങൾക്ക് മനസ്സിലാവൂടെ? ഡാൻഡ്രഫ് പോവും, ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവും, മുടി ബ്രേക്ക് ആവുന്നതൊക്കെ സ്റ്റോപ്പ് ആവും. നീളം മുടി. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കില്ലേ ഈ പന്ന വൈക്കൊക്കെ കുറെ ബോയ്സിനെ കണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ബോയ്സിനാ. ഞാൻ വന്നതൊക്കെ ഇത്ര ലോങ് ഹെയർ ആയിട്ട് വലിയ എത്ര ബോയ്സിനെ കണ്ടെന്ന് പറയും. ഞാൻ കണ്ടിട്ട് തന്നെ ഏറ്റിപ്പോയി.
ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇനി ഇതൊക്കെ തേച്ചിട്ട് വേണം എനിക്ക് കുറച്ചൊക്കെ ഹെയർ കുറച്ച് ഗ്രോത്ത് ആക്കി ഇങ്ങനെ വളർത്തി ഇങ്ങനെ ബാക്ക് വെച്ച് കെട്ടാൻ വേണ്ടി. നോക്കിയിരുന്നാ മതി. ഇപ്പൊ മുടി വളർന്നതാ, ഇവിടം വരെ മുടി വരും. അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞ് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത്രയും മുടിയൊക്കെ വളർത്തിക്കൊണ്ട് കുറച്ചാൾ കഴിയുമ്പോൾ ബഷീർക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ അത് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഒരു പിടിയില്ലല്ലേ. എന്തായാലും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. കാരണം അങ്ങനെ വളർത്താൻ പോവാന്നല്ലേ പറഞ്ഞത്. നമുക്ക് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചോദിക്കാം മുടി എവിടെ എന്ന്. ഇതൊക്കെ തേച്ചിട്ട് മുടി എവിടെ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അതായത് ഇങ്ങോട്ട് വന്നപ്പോ ഇല്ലെങ്കിലേ സോനാണ് കൂടുതൽ പറഞ്ഞത്. എനിക്ക് ഇവിടെ ഏതായാലും ഇവിടെ ഭാഗത്ത് വന്നാണ് ആദിവാസി ഹെയർ ഓയിൽ, നീലാംബരി ഹെയർ ഓയിൽ എനിക്ക് എന്തായാലും വാങ്ങിക്കണം. അപ്പൊ അങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഈ ആദിവാസി എന്നുള്ള അതിന്റെ കീഴിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് നീലാംബരി ഹെയർ ഓയിലിന്റെയാണ്. അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ആ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു എണ്ണയുണ്ട്, അതൊന്ന് കയറി മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യാദൃശ്ചികമായിട്ട് അവർ കയറിയതാണ്. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ആ പ്രൊമോഷൻ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നീലാംബരിയാണ് ബെസ്റ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ഇവരുടെ പറച്ചിൽ കേട്ടതൊന്നും ഇതുപോലത്തെ കുറെ എണ്ണകളൊക്കെ തേച്ച് കമ്പാരിസൺ ചെയ്തിട്ട് അതിൽ നിന്നൊരു നല്ല റിസൾട്ട് കിട്ടിയ എണ്ണയാണ് നീലാംബരി എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്ന പോലെയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ജിയോ മച്ചാൻ കേൾക്കണ്ട. ജിയോ മച്ചാൻ പറഞ്ഞിരിക്കുന്നത് ഹിക്കി പിക്കി. ആ പേര് തന്നെ കേൾക്കാൻ എന്ത് രസമാണ്. നമ്മുടെ ഹിക്കി പിക്കി ആദിവാസി ഓയിലാണ് യഥാർത്ഥ മുടി വളരാനുള്ള ഓയിൽ എന്നാണ്. അത് പറഞ്ഞത് മാത്രമേ ജിയോ മച്ചാൻ ഓർമ്മയുള്ളൂ. പിന്നെ എയർലോ ബഹിരാകാശത്തോ ഗാലക്സിയിലോ ഒക്കെ ആയിരുന്നു പുള്ളി. ഞങ്ങൾ വന്നപ്പോ തന്നെ ഇല്ലേ ഈ കർണാടകയിൽ പല ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം എന്നാലേ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് 10-15 ബോട്ടിൽസ് വന്ന് കവറിൽ കെട്ടിക്കൊണ്ട്. അത് കൊള്ളാം കേട്ടോ. ഒരാള് 10-15 ബോട്ടിലാണ് കവർ കെറ്റിക്കൊണ്ട് പോകുന്നത്. എന്തിനാണ് ഇത് തലേ തേക്കാതെ ഇവര് ഇത് കലക്കി കുടിക്കുക വല്ലതും ചെയ്യുന്നുണ്ടോ? ഈ 10-15 ബോട്ടിലൊക്കെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്നു ഒരാള്. അത് നമ്മൾ പോകുമ്പോൾ എത്ര കൊടുക്കണ്ട്? ഞാനെന്തായാലും 1 വർഷത്തേക്കുള്ളത് എടുക്കും. പറ്റൂല, എനിക്ക് 1 വർഷത്തേക്കുള്ളത് കാണും. കയ്യിലെ പൈസ അല്ല, ഇവിടെ കണ്ടില്ലേ പക്ഷെ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഹെയർ ഒക്കെ കണ്ടില്ലേ? ഇത്രയുണ്ട് ഹെയർ. നല്ല ലോങ് ലെങ്ത് ഹെയർ ആണ്. അല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ കൂടി ഇത്ര ഉണ്ട്. സാരില്ല സോറി, നമുക്ക് ശരിയാക്കാം. നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാറുണ്ട്. അടുത്താൾ വന്നത് ഇത് ശരിക്കും പറഞ്ഞ ചുമ്മാ പറഞ്ഞല്ല. പ്രൊമോഷന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സൈഡിൽ നിന്ന് ചേച്ചിമാരെന്തിനാണ് ഓടിത്തള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് സ്ലോ മോഷനിൽ കാണിച്ചു തരാം. അതാ ഇങ്ങനെ നോക്കിക്കോളാം. ഈ ചേച്ചിമാർ മുടി കഴിച്ചിടുമ്പോൾ ആ സൈഡിൽ ഇരിക്കുന്ന ചേച്ചിമാർ ഓടിത്തള്ളുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ആ ചേച്ചിമാർക്ക് മുടിയില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പ്രൊമോഷൻ നടക്കട്ടെ. ഈ എണ്ണ നമ്മൾ കാച്ചി എടുക്കേണ്ട എണ്ണ നമ്മൾ മുടിക്ക് തേക്കുമ്പോൾ മുടിന്റെ കൊയ്ച്ചൽ മാറും, മുടിന്റെ താരന് പോവും, മുടി ഊരി പോകത്തില്ല, മുടി പൊട്ടി പോകത്തില്ല. വിള്ളല് വരില്ല. അത് മുടി തന്നാൽ നീളത്തിൽ വരും. പക്ഷെ ചെമ്പുമുടി കറക്കും, നെരിച്ചുമുടി കറക്കത്തില്ല. അതാണ് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞത്. കാരണം അത് അവർ ജെന്യൂൻ ആയിട്ട് പറയുന്നത്. അരച്ചുമുടി ഒരിക്കലും കറക്കില്ല, ചെമ്പമുടി കറക്കും. അതായത് എന്റെ മുടിയൊക്കെ ചെറിയ ചെമ്പ മിക്സ് ആണ്. പക്ഷെ ഇതെനിക്ക് കറക്കണ്ട, അതിന് നിന്നാ മതി. പക്ഷെ അത് കറക്കണമെന്നുള്ളവർക്ക് കറക്കും. ചിലപ്പോ ചെറിയ മക്കൾക്ക് ചെറിയ മുടിക്കോ ഉണ്ടാവും, ചിലപ്പോ കറുത്താവലാവും, ഇല്ലക്ക് കറിയാനാവത്തില്ല. ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ പറയുന്നത്. നമ്മളൊരു ബിസിനസിന് വേണ്ടിയിട്ട് കുഞ്ഞുമക്കൾക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നും പറയാനല്ല. കറക്റ്റ് അവർ പറയുന്നത് 1 മാസം 2 മാസം ഉള്ള കുട്ടികൾക്കല്ല, 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം. പോയിന്റാണ്. കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർ സംസാരത്തിൽ അവർ ബിസിനസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് വേണ്ടിയിട്ടാണെന്ന് നമുക്കൊരു പിടി കിട്ടും. 1-2 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ബിസിനസിന് വേണ്ടിയിട്ടല്ല. അതെ, ചേച്ചി പറയുന്ന എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും ബിസിനസിന് വേണ്ടിയിട്ടല്ല. നാട്ടുകാർക്ക് എന്തോ പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടാണല്ലോ എണ്ണ കൊടുത്ത്. നാട്ടുകാർക്കെല്ലാം മുടി വളർന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇത്രയും അനുകൂല പോലുള്ള മുടി കൊണ്ട് നടക്കണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി വന്ന ഒരാളാണ്. അല്ലാതെ ബിസിനസ് വേണ്ടി അല്ല ഗൈസ്, ബിസിനസ് വേണ്ടിയേ അല്ല. അതായത് അതിനകത്ത് ചേച്ചി പറഞ്ഞൊരു കാര്യത്തിനകത്ത് ചെമ്പിച്ച മുടി കറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബഷീർ ഭാഷ പറഞ്ഞു എന്നെ ചെമ്പിച്ച മുടി കറക്കണ്ടെന്ന് പറഞ്ഞപ്പോ ചിലപ്പോഴേ ചെമ്പിച്ച മുടി കറക്കുള്ളൂ എന്ന് ചേച്ചി എടുത്തു പറഞ്ഞത് കേൾക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ. റോസ് നമ്മളിടുമ്പോ സ്മീറ്റിലേക്ക് ഇടും. നീലാംബരി ബ്രാൻഡ് നെയിം തന്നെയുണ്ട് നീലാംബരി. ബ്രഹ്മി. അതായത് ഈ ബ്രഹ്മി ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. ഹെയറിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യണ ഒരു ഐറ്റം.
ഇന്നത്തെ ഹെയർ ഓയിൽ ഞങ്ങളാണ് കൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഹെയർ ഓയിൽ ഭയങ്കരവരൊക്കെ ഭയങ്കര ഭാഗ്യം വരെ ഇരിക്കും. കാരണം ഞങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ വീഡിയോയുടെ ബാക്കി വേറെ ഒന്നുമില്ല. ഇങ്ങനെ കുറെ ചപ്പും ചവറൊക്കെ ഇട്ട് എണ്ണ ഉണ്ടാക്കുന്നതാണ് വീഡിയോയുടെ ബാക്കി. എന്തായാലും കൊള്ളാം. പ്രൊമോഷൻ അല്ലെന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. കണ്ടിട്ട് എനിക്ക് പ്രൊമോഷൻ പോലെയാണ് തോന്നുന്നത്. നമ്മുടെ ജിയോ മച്ചാനും പ്രൊമോഷൻ അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു സാധനമാണ് ചെയ്തു വെച്ചത്. ഹിക്കി പിക്കി ഹെയർ ഓയിൽ. എന്തായാലും കൊള്ളാം. പിന്നെ ഇതൊക്കെ മേടിച്ച് തേൽക്കാൻ നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. അതുപോലെ തന്നെ ഈ മുടി പോയി കഴിഞ്ഞാൽ എണ്ണ എന്തെങ്കിലും തേച്ചു കഴിഞ്ഞാൽ മുടി തിരിച്ചു വരും എന്നൊരു സയന്റിഫിക് പഠനം ഒന്നും നടന്നിട്ടൊന്നുമില്ല. എന്തെങ്കിലും എണ്ണ തേച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ എണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയർ ഫോളിന് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണുക. ആദ്യം കണ്ടതിന് ശേഷം അവിടുന്ന് ഒരു ഉപദേശം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഹെയർ ഫോൾ തടയാനും, അതായത് ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുമാതിരി ഓരോന്ന് തേച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ പിടിക്കുമായിരിക്കും, ചിലർക്ക് പിടിച്ചില്ല എന്ന് വരും, ചിലരുടെ മുടി മൊത്തമായിട്ട് പോയെന്നൊക്കെ വരും. അതുകൊണ്ട് ഒരു ചാൻസ് എടുക്കാൻ നിൽക്കാതെ നിങ്ങൾ ഡോക്ടറെ കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത്. ഇവരിങ്ങനെ നീലാംബരി എന്ന പേരിലും ഹിക്കി പിക്കി ആദിവാസി ഓയിൽ എന്നൊക്കെ പേരിലും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഈ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും മാത്രമേ ചെയ്തിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദിക്കാരന്മാർ മൊത്തം ഇതിന്റെ പുറകെയാണ്. നല്ല പൈസ ഇവന്മാർ ഇറക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വലിയ വലിയ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ഒക്കെയാണ് ഇവന്മാരുടെ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. എനിവേ, ഇങ്ങനെയുള്ളതൊന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഹെയർ ലോസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുക. അല്ലാതെ ഇതുപോലത്തെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ടത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹിക്കിപ്പിക്ക് മേടിക്കാനാണോ അതോ നീലാംബരി മേടിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? കമന്റ് ചെയ്യുക ഗൈസ്.